സാധാരണക്കാരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കില്ലെന്ന ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു ഇത്തവണത്തെ ബജറ്റ്. സാധാരണക്കാർക്ക് ഒരു നികുതി ഭാരവുമില്ലാത്ത ബജറ്റ് എന്ന് തന്നെ ഇത്തവണത്തെ ബജറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുകൂടി നോക്കാം. ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഈ കഴിഞ്ഞ കേരള സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്താനാണ് ഞാനെന്ന നിലയ്ക്ക് ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിനകത്തുള്ള ജനങ്ങൾക്കാണെങ്കിലും സാധാരണക്കാർക്ക് കൂടുതൽ ഇണങ്ങിയിട്ടുള്ളൊരു ബജറ്റാണ്. പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം എല്ലാം കൂടി കൂട്ടിയിണക്കിയിട്ടുള്ളൊരു ബജറ്റാണ്. ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്കും ഒരു സാധാരണക്കാരൻ നിലയ്ക്കും ഞാൻ ഈ ബജറ്റിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റ് പൂർണ്ണമായിട്ട് സാധാരണക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള ബഡ്ജറ്റാണ്. വിലക്കയറ്റമൊന്നും വന്നിട്ടില്ല അധികവും. എല്ലാ തരത്തിലും കേരളം ഒരുപക്ഷെ ഇതുവരെ കാണാത്ത തരത്തിൽ ഒരു മികച്ച ബഡ്ജറ്റ് എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. അതിപ്പോൾ ഏത് മേഖലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നികുതി വർധനവില്ലാത്ത ഒരു ബഡ്ജറ്റ്, ഇത് പുതിയ നികുതി ഭാരം ഒന്നും ഏർപ്പെടുത്താത്ത ഒരു ബഡ്ജറ്റ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇതിനെ വളരെ പ്രശംസനീയമായി കാണാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണിത്. മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഊന്നൽ നൽകിക്കൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഉന്നമനം തയ്യാറായിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്, ഇത്തവണ ഏറ്റെടുത്തിട്ടുള്ളത്. മാത്രമല്ല കേരളത്തെ ഇപ്പോൾ ഇന്ന് രാഷ്ട്രീയമായി നേരിടാൻ സാധിക്കാത്ത കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ഇപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ട കാഴ്ചയാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പല മികച്ച പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ തനത് പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാനായി ഒരുപക്ഷെ ക്ഷേമ പെൻഷനുകൾ തടസ്സപ്പെടുത്തിയത് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായി കേരളത്തെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് തന്നെയാണ്. കൃത്യമായി തന്നെ ക്ഷേമ പെൻഷനുകൾ നൽകാനുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതുതന്നെയാണ് പ്രധാനമായും ഏറ്റെടുത്ത് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് മെട്രോ വരുന്നു, തിരുവനന്തപുരവും കോഴിക്കോടും മെട്രോ വരുന്നു എന്നുള്ളത് കേരളത്തെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കും. തലസ്ഥാന നഗരം തന്നെ വലിയ രീതിയിൽ മാറുന്ന തരത്തിലേക്ക് ഇതിൻ്റെ വികസനം എത്തിച്ചേരുകയാണ്. മാത്രമല്ല ഇപ്പോൾ നഴ്സിംഗ് കോളേജിലുമായി ഇപ്പോൾ 5 നഴ്സിംഗ് കോളേജുകളാണ് ഇപ്പോൾ കേരളത്തിൽ പുതുതായി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആക്ഷേപമുണ്ട്, കേരളത്തിലെ കുട്ടികൾ എല്ലാ സ്ഥലത്തേക്കും വിദേശങ്ങളിലേക്ക് പോകുന്നു, വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നു എന്നുള്ളൊരു പരിഹാസം എന്നുള്ള രൂപത്തിൽ കാണാം. അപ്പോൾ അതിനെല്ലാം ഒരു പരിസമാപ്തി എന്നുള്ള രൂപത്തിൽ തന്നെ കേരളത്തിൽ മാത്രം 5 നഴ്സിംഗ് കോളേജുകളാണ് പുതുതായി ആരംഭിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ മികച്ച ഒരു ബഡ്ജറ്റിൻ്റെ തന്നെയാണ്. എല്ലാ തരത്തിലും എല്ലാം കൊണ്ടും ഒരു ഏറ്റവും മികച്ച ജനസൗഹൃദപരമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇത്തവണ ഏറ്റെടുത്തിട്ടുള്ളത്. ഏറ്റവും കേരളം കണ്ടതിലും വെച്ച് ഏറ്റവും നല്ല ബഡ്ജറ്റാണ് ഇപ്പം നിയമസഭ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സംരക്ഷണത്തിനും കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി ഉള്ള നല്ല ഒരു ബഡ്ജറ്റാണ് നിയമസഭ പാസ്സാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കുടുംബശ്രീ ആയിരുന്നാലും സ്ത്രീകളുടെ വരുമാനത്തിന് മറ്റ് നിർഭയ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നല്ല കരുതലോടുകൂടിയുള്ള ബഡ്ജറ്റാണ് ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് വളരെ സന്തോഷം, സ്ത്രീകളായി ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. തൊഴിൽ മേഖലകൾക്ക് നല്ല പാക്കേജുകൾ തരുന്നുണ്ട്. കൂടാതെ സ്റ്റാർട്ടപ്പുകൾക്ക് കേരളത്തിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയ പിള്ളേർക്കും എല്ലാവർക്കും കുറച്ച് നല്ല രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള പാക്കേജുകൾ ഉണ്ട്. പിന്നെ കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് പഠനത്തിനുമായിട്ടുള്ള നല്ല രീതിയിൽ പാക്കേജുകൾ വരുന്നുണ്ട്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ തളരില്ല എന്ന് ഉറക്കെ പറയുന്നതായിരുന്നു ഇത്തവണത്തെ സാമ്പത്തിക ബജറ്റ്. ജനങ്ങളും ഇരുകൈ നീട്ടിയും സ്വീകരിച്ചതോടെ ജനപ്രിയ ബജറ്റായി 2024-25 ബജറ്റ് മാറിക്കഴിഞ്ഞു. കൈരളി ന്യൂസ് ഓൺലൈനു വേണ്ടി ക്യാമറമാൻ ബിനോജ് പി സോമനൊപ്പം ശ്രുതി ശിവശങ്കർ.